കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകം മന്ത്രവാദവും നരബലിയും തന്നെ. കട്ടപ്പനയിലെ ആ സംഭവം കഴിഞ്ഞ ദിവസം ആ കേസിലൊരു പ്രതിയായ വിഷ്ണുവിൻ്റെ പിതാവ് വിജയന്റെ ഡെഡ് ബോഡി അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഒരു മുറിയിൽ നിന്ന് കണ്ടെടുത്തു. വിജയനെ കുത്തിയിരുത്ത നിലയിലാണ് കുഴിച്ചിട്ടത്. ആ സംഭവം ഇതോടനുബന്ധിച്ച് മറ്റൊരു വിവരം കൂടെ പ്രതികൾ വെളിപ്പെടുത്തി. 2016 പുത്തമ്പുരയ്ക്കൽ നിതീഷ് എന്ന പൂജാരി ആ വീട്ടുകാരുമായിട്ടുള്ള അടുപ്പം മുതലെടുത്ത് ആ വീട്ടിലെ കൊല്ലപ്പെട്ട വിജയന്റെ മകൾ വിദ്യയെ ആയിട്ട് ബന്ധപ്പെടുകയും അഭിതഗർഭം ഉണ്ടാകുകയും ഒരു കുട്ടി ജനിക്കുകയും 2016 ജൂലൈയിൽ ആ കുട്ടിയെ 4-ാം ദിവസം കഴുത്ത് ഞെരിച്ചു കൊന്ന് അതിനെ അവിടെ കുഴിയെടുത്ത് അടക്കിയെന്നാണ് വിവരങ്ങൾ ഓരോന്നെ പുറത്തു വന്നത്. കേരളത്തിലെ വളരെയധികം നരബലികൾ അടുത്ത കാലങ്ങളിൽ പുറത്തേക്ക് വന്നു. മന്ത്രവാദവും ചാത്തൻ സേവയൊക്കെ പരിഷ്കൃത മേഖലകളായ പല സ്ഥലങ്ങളിലും പരിഷ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും മുൻപന്തിയിൽ ഇന്ത്യയിൽ നിൽക്കുന്ന സംസ്ഥാനമായ നമ്മുടെ ഇവിടെ ധാരാളം പേര് വധിക്കപ്പെടുന്നു. ഇവിടെ വിജയൻ അറിഞ്ഞ ആള് കട്ടപ്പനയിലെ 3.5 ഏക്കർ സ്ഥലവും വീടും ഉള്ളയാളായിരുന്നു. അത് സാഗര, കട്ടപ്പന ടൗണിനടുത്ത് തന്നെ സാഗര ജംഗ്ഷനിലാണ് 3.5 ഏക്കറും വീട്ടിലും നല്ല സാമ്പത്തികത്തോടു കൂടി ജീവിച്ച നല്ലൊരു മനുഷ്യനായിരുന്നു വിജയൻ. വിജയന്റെ ഭാര്യ സുമ, മകള് വിദ്യ, മകൻ വിഷ്ണു. 2 കുട്ടികൾ നല്ല വിദ്യാഭ്യാസം ലഭിച്ചു എന്നാണ് പറയുന്നത്. കട്ടപ്പന താമസിക്കുമ്പം അയൽവക്കംകാർക്ക് എല്ലാവർക്കും സുപരിചിതനാണ് വിജയൻ. കട്ടപ്പനയിലെ നേരത്തെ ഉണ്ടായിരുന്ന റെഡ് ലോഡ് വർക്കറുടെ മകനാണ് വിജയൻ. അത്രയും സാമ്പത്തികമുണ്ട്, 3.5 ഏക്കറുണ്ട്, വീടുണ്ട്, മക്കളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്തു. ആ സമയത്താണ് മകൻ വിഷ്ണുവിന്റെ കൂട്ടുകാരനായി നിതീഷ് എന്നയാള്, പുത്തമ്പുരയ്ക്കൽ നിതീഷ്, ആ വീടുമായിട്ട് അടുക്കുന്നത്. പുത്തമ്പുരയ്ക്കൽ നിതീഷിന് ഏകദേശം 31 വയസ്സുണ്ട്, വിഷ്ണുവിന് 27 വയസ്സുണ്ട്. വിഷ്ണു ആയിട്ടുള്ള ബന്ധം ആ വീടിനെ ഈ നിതീഷ് തകർത്തു. ആ വീട് പല സന്ദർഭത്തിലും സ്ഥലങ്ങൾ വിറ്റ് 3.5 ഏക്കർ 1.5 കോടി രൂപയ്ക്ക് വിറ്റെന്നാണ് അവരെ പരിചയമുള്ള ഡാർലി എന്നയാള് പറയുന്നത്. കട്ടപ്പനയിലെ സ്ഥലങ്ങൾ വിറ്റു, വീടും വിറ്റു. അവിടുന്ന് അവര് വാടകയ്ക്ക് കാഞ്ചിയാറ്റിലെ കക്കാട്ടുപടിയിലെത്തി. അവിടെ വിജയന്റെ മകൻ വിഷ്ണുവും മാത്രമാണ് ഒന്ന് വീട് വാടകയ്ക്ക് എടുത്തത്. സ്ത്രീകളെല്ലാം പല സ്ഥലത്തും പൂനെയിലാണ്, ജോലിയാണെന്നൊക്കെ പറഞ്ഞു. ആ വീട്ടിലെ രഹസ്യമായിട്ട് വിജയന്റെ ഭാര്യയും മകളും താമസിക്കുന്ന വിവരം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ രമയ്ക്ക് അറിയില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷിന് അറിയില്ല. പല സന്ദർഭങ്ങളിൽ അവർ ആ വീടുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. കാരണം ആ ഏരിയയിലെ മെമ്പർ സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും പോകും. ഈ വീട്ടിൽ സ്ത്രീകളെ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ വീടിനകത്ത് പ്രവേശിക്കാൻ അവർ അനുവദിക്കുകയില്ല. വിജയനും അതുപോലെ മകനും മാത്രമേ ഉള്ളൂ എന്നുള്ള ധാരണ പരത്തി ഇവരെ ആരും വീട് കണ്ടിട്ടില്ല. ഇവർ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ പുത്തമ്പുരയ്ക്കൽ നിതീഷ് പൂജാരിയാണ്. അയാൾ കട്ടപ്പനയിലെ സാഗര ജംഗ്ഷൻ ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ആളാണ്. അയാൾ അവിടെ നിന്ന് വിറ്റുപോയി. അയാളാണ് വിഷ്ണുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിതീഷ്. അങ്ങനെ അയാൾ പൂജയായിട്ട് ബന്ധപ്പെട്ട് ആ വീടുമായി ആ വീട്ടിലെ പെൺകുട്ടി വിദ്യയുമായിട്ട് അടുപ്പമായി. അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. അവിഹിത ഗർഭമാണ്, ജനങ്ങൾ അറിഞ്ഞ മോശമാണ് എന്നൊക്കെയാണ് ഇപ്പം പറയുന്നതെങ്കിലും കുട്ടിയെ 4-ാം ദിവസം കഴുത്ത് ഞെരിച്ച് കൊന്നു, വീടിന്റെ അടുത്ത് തൊഴുത്തി കുഴിച്ചിട്ടെന്നാണ് നിതീഷ് ഇപ്പം പോലീസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷം 2016 ജൂലൈയിലാണ് അത്. വീടിൽ നിന്ന് മാറി പുതിയ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ദിവസം
പിതാവായ വിജയനെ ഷർട്ട് കൂട്ടി പിടിച്ച് നിലത്തോട്ട് വലിച്ചിട്ടിട്ട് ചുറ്റിക കൊണ്ട് നിതീഷ് തലക്കിട്ടടിച്ചു. 2 അടി അടിച്ച് തൽക്ഷണം മരിച്ചു. വീടിനകത്ത് ഇരുത്തി, അവിടെ കുഴിയെടുത്ത് ഇരുത്തി കുഴി മൂടി. പാൻറ്റും ഷർട്ടും ഇട്ട വേഷത്തിൽ തന്നെയാണ് ഇപ്പം ഡെഡ് ബോഡി ഇന്നലെ അത് മാന്തിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം കണ്ടെത്തിയത്. അതിൻ്റെ ആ മുറിയുടെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് ആ കുഴി മൂടി അതിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം നിതീഷും വിഷ്ണുവും അവർ മോഷണക്കാരാണ്. അവർ കാഞ്ചിയാറിലെ ഈ കക്കാട്ട് പടിക്കൽ ഒരു വീട്ടിൽ കയറി മോഷണത്തിന് ശ്രമിച്ചു. വീട്ടുകാരറിഞ്ഞു, 2 പേരെ ഇറങ്ങി ഓടി. മതിലടി ഓടിയ വിഷ്ണുവിൻ്റെ കാലൊടിഞ്ഞു. ഏതായാലും 2 പേരെയും പിടിച്ചു. പോലീസ് രംഗത്ത് വന്നു. ഇവർ മോഷണമാണ് നടത്തിയത്. അതേപ്പറ്റി അന്വേഷിച്ചു. ഇവർ താമസിക്കുന്ന വീടിൻ്റെ അവിടെ എത്തി. നിതീഷും ആ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് നാട്ടുകാർക്ക് അറിയില്ല. പക്ഷേ വിഷ്ണുവും പിതാവും മാത്രമേ ഉള്ളൂ എന്നാണ് നാട്ടുകാരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. മോഷണക്കേസിലെ പ്രതികളുമായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിജയൻ എവിടെ എന്നുള്ള ചോദ്യം വന്നു. ആ വീട്ടിൽ പൂട്ടിയിട്ട രീതിയിൽ എങ്ങും പോകാൻ സ്വാതന്ത്ര്യമില്ലാതെ അവരെ വിജയന്റെ ഭാര്യ സുമ കിടക്കുന്ന ഒരു മുറിയിൽ, തൊട്ടടുത്തൊരു ചെറിയ മുറിയിൽ മകള് കിടക്കുന്നു. 2 പേരും പരസ്പരം കാണാതിരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. 2 പേരെയും അവിടെ കണ്ടിരിക്കുന്ന നിലപാട് വെച്ച് നോക്കി പൂജയ്ക്ക് വീണ്ടും ഒരുക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. ആ പെൺകുട്ടിക്ക് ഇപ്പൊ 28 വയസ്സുണ്ട്. അത് കുഞ്ഞു കിളികളെയൊക്കെ ഇവിടെ താല്പര്യമുണ്ട് അതിനോട്. അതിൻ്റെ അടുത്ത് കുറെ കിളികളെയൊക്കെ കണ്ടു. ഒരു മെച്യൂരിറ്റി അത്ര വന്നിട്ടില്ല കുട്ടിക്കെന്ന് തോന്നുന്നു. മറ്റൊരാളുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് കിളികളുമായിട്ടാണ് കോണ്ടാക്ട്. എന്തായാലും പിതാവന്തിയെ വിജയനന്തിയെ ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ ചില വാക്കുകളാണ് ഭാര്യയായ സുമയുടെയും വിദ്യയുടെയും. സംശയം തോന്നിയ പോലീസ് വീട് പരിശോധിച്ചപ്പം അവിടെ അടുത്ത ദിവസം കോൺക്രീറ്റ് ചെയ്ത് ഒരു മുറിക്കകത്ത് കോൺക്രീറ്റ് ചെയ്ത് കണ്ടു. പോലീസിന് സംശയമായി. ഏതായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലില് വിജയനെ അവിടെ കൊന്നു കുഴിച്ചിട്ടു എന്ന് അവർ കൺഫസ് ചെയ്തു. പോലീസ് വന്നു. ഇന്നലെ ആ കേസിലെ പ്രതിയായ നിതീഷിനെ പോലീസ് കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്തു. കുറ്റം സമ്മതിച്ച് അയാളെ കസ്റ്റഡി വാങ്ങുന്നു. പീരുമേട് സബ് ജയിലിൽ റിമാൻഡിൽ കിടന്ന അയാളെ കസ്റ്റഡി വാങ്ങുന്ന ചെന്നപ്പോൾ തന്നെ പോലീസ് കൊണ്ടുപോകും തോന്നിയപ്പോൾ അയാൾ ബോധം കെട്ട് വീണു. പിടിക്കപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായി നിതീഷിന്. ആ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം പൂജ്യമായിട്ടാണ്. അവർ സാമ്പത്തികമായി ക്ഷയിച്ചു കഴിഞ്ഞപ്പം അന്ധവിശ്വാസത്തിലേക്ക് പോയി. അത് നിതീഷാണ് കാരണക്കാരന്. അയാൾ ഇവരെ ചുറ്റുമുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ അനുവദിക്കാതെ ഐസൊലേറ്റ് ചെയ്തു. അയാള് ആ വീടിന്റെ മുഴുവൻ കൺട്രോൾ അയാളുടെ കയ്യിലായി. സാമ്പത്തികമായി ക്ഷയിച്ച അവരാണ്. നല്ല സാമ്പത്തികം ഉള്ളവരുമായിരുന്നു വിജയൻ. നാട്ടുകാരും പുള്ളിയുടെ സുഹൃത്തുക്കളും പറയും നല്ല അന്തസ്സുള്ള ആളാണ്, നല്ല പെരുമാറ്റം, നല്ല സംസ്കാരം, നല്ല സാമ്പത്തികം. 3.5 ഏക്കർ സ്ഥലം കട്ടപ്പന ടൗണിൽ എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് 15 ലക്ഷം 20 ലക്ഷം രൂപ വരുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ നിതീഷിന്റെ മുഖേന ആയിരിക്കണം അതെല്ലാം വിറ്റത്. 2014-15 കാലഘട്ടം മുതലുള്ള ബന്ധമാണ് നിതീഷിന് ആ കുടുംബമായിട്ട്. അങ്ങനെയാണ് ആ പെൺകുട്ടിയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായത്. അയാള് പൂജാരിയാണ്. വീടിൻ്റെ അകത്ത് 2 മുറിയിലെ കട്ടം കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഗ്രന്ഥങ്ങള്, വിഗ്രഹങ്ങള്, ചുറ്റിക, വാള്, കത്തി, പൂജാ സാധനങ്ങളെല്ലാം ഉണ്ട്. അത് ഒരു പൂജ നടത്തുന്ന 2 മുറികളാണത്. അപ്പൊ അയാളൊരു പൂജാരി മന്ത്രവാദിയാണ് എന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് ഇത് മന്ത്രമാണ് നരബലി എന്ന് പറയുന്നത്. ഇതുപോലെ മന്ത്രവാദം ചെയ്യുന്നവരെല്ലാം നരബലിക്ക് താല്പര്യമുള്ളവരാണ്. രക്തം കാണണം അവർക്ക്. മൃഗബലി അല്ലെങ്കിൽ കോഴി, ആട് ഇതിനെയൊക്കെ വെട്ടും. സൗകര്യം കിട്ടിയാൽ മനുഷ്യനെയും വെട്ടും, കുരുതി നടത്തും. അങ്ങനെയാണ് ആ വീടിന്റെ സ്ഥിതി. അതിൻ്റെ ഉള്ളില് പൂജാരി നിതീഷ് തന്നെ, യാതൊരു സംശയമില്ല. അയാൾ നവജാത ശിശുവിനെ കൊന്ന
വലിയധികം ഗുണങ്ങൾ കിട്ടും എന്ന് കരുതിയിട്ടാവണം സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അവിടുത്തെ തൊഴുത്തിൽ കുഴിച്ചിട്ടതെന്ന് അയാൾ പറഞ്ഞത്. ഇപ്പം അവരുടെ പിതാവിനെ, ആ വിദ്യയുടെയും അല്ലെങ്കിൽ സുമ എന്ന സ്ത്രീയുടെ ഭർത്താവിനെ വിജയനെ ആ വീട്ടിൽ വെച്ച് തന്നെ, വാടക വീട്ടിൽ വെച്ച് കക്കാട്ടുപടി വെച്ച് കൊന്നു കുഴിച്ചു മൂടിയത് എന്തിന്? അത് പോലീസ് അത് ബ്രേക്ക് ചെയ്യണം. ഇയാളും നല്ല കള്ളനാണ്, മൊഴി മാറ്റി മാറ്റി പറയും. അയാൾക്ക് ആ പിതാവിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥിതിക്ക് കുട്ടിയുടെ ബോഡി കണ്ടെത്തിയാൽ അതിനോടനുബന്ധിച്ച് മറ്റു ബോഡി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അയാൾ മാറ്റി മാറ്റി പറയുന്നത്. പോലീസ് അയാളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. ആ തൊഴുത്തിലില്ല, തൊഴുത്തിന്റെ പരിസരവും മുഴുവൻ പോലീസ് നന്നായിട്ട് സെർച്ച് ചെയ്യണം. കാരണം 2016 ജൂലൈ 8 കഴിഞ്ഞപ്പോൾ ഏകദേശം 7-8 വർഷം പഴക്കമുണ്ട്. 4 ദിവസം പ്രായമുള്ള കുട്ടിക്ക് എല്ലിനും തലയൊട്ടിക്കും ദേഹത്തുള്ള മജ്ജമാംസത്തിനൊന്നും വലിയ പ്രായപൂർത്തിയായ അവരുടെ അത്രയും മണ്ണിൽ കുഴിച്ചിട്ടാൽ നിലനിൽക്കില്ല. ഡിക്കെ ചെയ്ത് പെട്ടെന്ന് അങ്ങ് പോകും. കൊച്ചുകുട്ടിയാണ്. പക്ഷേ സ്കള്ളിന്റെ ചില ഭാഗങ്ങള്, അതുപോലെ ഹിപ്പ് റീജിയന്, കാലിന്റെ തുടയെല്ല്, ഇതൊക്കെ അംശങ്ങള് കുറെ വർഷം ഉണ്ടാവും. അതുകൊണ്ട് ആ പറയുന്ന സ്ഥലത്ത് ഈ എല്ലിൻ കഷ്ണങ്ങള് ഉണ്ടോ ഇല്ലയോ എന്ന് പോലീസ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറും അത് കുഴിയെടുക്കുന്നവരും ഉറപ്പുവരുത്തണം. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ കഥകൾ മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില കേസുകൾ പുറത്തേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, 2018 എലന്തൂർ നരബലി, ലോട്ടറി കച്ചവടക്കാരായ പത്മയും റോസ്ലിയും എറണാകുളത്തു നിന്നും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രസിദ്ധി ഇവരെ ലോട്ടറി വിട്ടുകൊണ്ടിരുന്നവരെ രണ്ടുപേരെയും വളച്ച് എലന്തൂര് കൊണ്ടുവന്നിട്ട് അവിടെ ഷാഫി എന്ന അവൻ പൂജ നടത്തി. അവിടെ പക്കവൽ സിംഗ് എന്ന് പറഞ്ഞ ആളും, അയാളുടെ പ്രാദേശിക CPM അംഗമാണ്. അയാളുടെ ഭാര്യ ലൈല, അവര് 3 പേരും ആ നരബലി 2 പേരെ നടത്തി. വേറെ എത്ര പേരെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പോലീസ് അവരുടെ വീടും പരിസരവും മുഴുവൻ കുഴിച്ചു നോക്കിയിരുന്നു. അതിനകത്തുനിന്ന് ആ 2 മനുഷ്യജീവികളുടെയും അംശങ്ങൾ ലഭിക്കുകയും ചെയ്തു. അത് DNA പരിശോധനയ്ക്ക് എത്തി. ഏതായാലും അവരെ 3 പേരെയും അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ്. അവർക്ക് തൂക്കിക്കൊല കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് കക്കാട്ടുപടിയിലെ ഈ കൊലപാതകത്തിന്. അത് നരബലിയാണ് എന്ന് പോലീസ് സ്ഥാപിക്കണം. കാരണം അവിടെ അതിനുള്ള സാധന സാമഗ്രികൾ അവിടെ ഉണ്ട്. ആ അമ്മയും ആ മകളെയും നരബലിക്ക് വേണ്ടി തന്നെയാണ് അവൾ ഒരുക്കിക്കൊണ്ടിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഇതിനടുത്ത് തന്നെ കട്ടപ്പനയിലെ ഈ സാഗര ജംഗ്ഷന്റെ അടുത്ത് SN ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്, തൊട്ടടുത്താണ്. അവിടെ 2 വർഷം മുമ്പ് അവിടുത്തെ ഒരു ജോർജ് എന്ന് പറഞ്ഞ പഴയ കട്ടപ്പനയിലെ മലഞ്ചരക്ക് വ്യാപാരി, അയാളുടെ ഭാര്യയെ ആ SN ജംഗ്ഷനിലെ വീട്ടിലെ താഴത്തെ നിലയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കുറച്ച് സ്വർണം എടുത്തുകൊണ്ട് പോയി. അതിനൊന്നും കണക്കില്ല. ജോർജ് എന്ന് പറഞ്ഞ ആള് അയാളുടെ ഭാര്യ അന്നമ്മയാണ് കൊന്നത്. അയാൾ 2ാം നിലയിലേക്ക് കിടക്കുകയായിരുന്നു. അയാൾ അറിഞ്ഞില്ല ആ കൊലപാതകം. അയാള് അല്പം മദ്യപിക്കുമെന്ന് തോന്നുന്നു, രാത്രി ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. താഴത്തെ നിലയില് ഉറങ്ങിക്കിടന്ന ഭാര്യ, 2 പേരും പ്രായമുള്ളവരാണ്, ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അത് യുവവര് തന്നെ എന്ന് ഞാൻ കരുതുന്നു. കാരണം സംശയങ്ങൾ പോലീസ്, ഭർത്താവ് മോളിൽ കിടന്നിട്ട് ഭാര്യ താഴെ കൊന്നിട്ട് അറിഞ്ഞില്ല, തീർച്ചയായിട്ടും അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല പ്രായമുള്ള ആളാണ്, മദ്യപിക്കുന്ന ആളാണ്, അയാൾക്ക് അവിടെ നല്ല സ്വത്തുള്ള ആളാണ്. ഭാര്യയെ കൊന്നിട്ട് ഒരു പ്രയോജനമില്ല. മദ്യപിച്ചു വല്ല വഴക്കുമെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതൊരു കൊലപാതകത്തിലേക്ക് അയാൾ കൊണ്ടുപോവില്ല. ഇത്ര വിവരമുള്ള ഒരാള് തന്നെയാണ് ജോർജ്. അത് തന്നെയല്ല, കട്ടപ്പനയിലെ അറിയപ്പെടുന്ന ഒരു മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന് വീട്ടുപേര് കൊച്ചുപുരയ്ക്കൽ എന്നതാണ്. കൊച്ചുപുരയ്ക്കൽ ജോർജ് സാമ്പത്തികമായി നല്ല നിലവാരവും 4 പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു. ഇളയൊരു മകനാണ്. ആ കൊച്ചുപുരയ്ക്കൽ ജോർജിന്റെ തൊട്ടടുത്ത് അവരുടെ സഹോദരന്മാർ താമസിക്കുന്നുണ്ട്.
ഇളയ മകൻ ആ വീട്ടിൽ ഇപ്പം കിടക്കാൻ പേടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരുടെ വീട്ടിലാണ് കിടക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ചുറ്റിക കണ്ട് എടുത്ത ആ സ്ഥലത്തെ പൂജാരി, അയാളുടെ സുഹൃത്ത് വിഷ്ണു, വിഷ്ണുവും തന്നെയായിരിക്കും. കാരണം മോഷണ സ്വഭാവം ഉണ്ട്, തൊട്ടടുത്താണ്, പണമുള്ള ആളാണ് എന്ന് കരുതിയിട്ടണം. കാരണം അങ്ങേര് നല്ലതായിട്ട് മദ്യപിച്ച് പൂസായി കിടന്നിരിക്കാം. ആ സമയത്ത് ഭാര്യയെ കൊന്ന് വീട് മുഴുവൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയെടുത്തോണ്ട് പോയിട്ടുണ്ട്. കട്ടപ്പന ഡിവൈഎസ്പിയും ഇടുക്കി SP ഇക്കാര്യം ശ്രദ്ധിക്കണം. കാരണം ആ കേസിൻ്റെ അകത്ത് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഭർത്താവാണ് ചെയ്തതെന്ന് സംശയിച്ച് അങ്ങനെ വളരെയധികം ചോദ്യം ചെയ്തു. അന്തസ്സുള്ള ആ മനുഷ്യൻ അവസാനം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അത് യവന്മാര് തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് പോലീസിന്റെ അന്വേഷണം നീളണം, ആ കേസിന്റെ പറ്റി ചോദിക്കണം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവരുടെ ഈ കേസിനകത്ത് തീർച്ചയായും റിക്കവറി നടത്തുമ്പോൾ ഉണ്ടാവും. അത് വിജയൻ അറിയാം. വിജയനെ കൊല്ലാനുള്ള കാരണം പൂജ നടത്തി ആ കെയർ ഓഫിൽ അയാളെ കൊന്നു എങ്കിലും ആ പൂജാരിയുടെ ഉള്ളില് ആ കൊലപാതകം തന്നെ ആയിരിക്കണം കാരണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. കൊച്ചുപുരയ്ക്കൽ അന്നമ്മയുടെ കൊലപാതകത്തിന്റെ കാരണക്കാര് ഇവര് രണ്ടുപേരും ആകാം. വേറൊരു സാധ്യത അതിൻ്റെ അകത്ത് കാണുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ നരബലി അതുപോലെ മന്ത്രവാദം യഥേഷ്ടം മുന്നോട്ട് പോവുകയാണ്. അതായത് തൊടുപുഴയിൽ തന്നെ നമുക്കറിയാം വണ്ണപ്പുറം കൊലപാതകം, കൃഷ്ണൻ, അയാളുടെ ഭാര്യ, അയാളുടെ കോളേജ് വിദ്യാഭ്യാസം നേടുന്ന 2 കുട്ടികളെ, 4 പേരെയും അയാളുടെ ശിഷ്യനായ മന്ത്രവാദി കൊന്നിട്ട് പോയ ചരിത്രം അതും 2018 ഉണ്ടായത്. നരബലിയുടെ തൊട്ട് മുമ്പാണ്, അതായത് ഈ എലന്തൂർ സംഭവത്തിന് മുമ്പാണ് അതുണ്ടായത്. കേരളത്തിൽ പൊതുവെ രഹസ്യമായി മന്ത്രവാദവും നരബലിയും നടക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.